അപ്പോൾ നമ്മുടെ കണ്ണൂർ ആ, പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയിലെ നമ്മൾ കണ്ണൂർ കോട്ട എന്ന് പറയും. കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അത്രയും ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ട് നമ്മളിതിൻ്റെ കാഴ്ചകളെ കണ്ടു. ഇന്ന് അതിരാവിലെ ആയതുകൊണ്ട് കാണികൾ കുറവാണ്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി ഷൂട്ട് ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാം, കുറച്ചും കൂടി ഭാഗം കാണാനുണ്ട്. ഓക്കെ, കോട്ട ഇവിടെ കാണാം നമുക്ക്. ഇതാണ് കോട്ടയുടെ ഒരു ഭാഗം, എൻട്രൻസ് ആണിത്. മുന്നോട്ട് നമുക്ക് പോയി നോക്കാം. ഈ കോട്ടയുടെ സൈഡിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുകൾ. ഇതിൻ്റെ നിയമവിശേഷങ്ങളും ഇതിൻ്റെ കൊല്ലങ്ങളും ഇതിൻ്റെ ഏതാണ്ട് രൂപങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചിത്രങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻട്രൻസ് വഴി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതിനകത്ത് എഴുതി വെച്ച ഓരോരോ ബോർഡുകൾ, സംരക്ഷിത സ്മാരകം, ഇങ്ങനെ ഇതിൻ്റെ നിയമവിശേഷങ്ങളാണ്. നമുക്ക് പിന്നീട് വായിച്ചു നോക്കാം. ഈ സ്മാരകം പ്രാചീന സ്മാരകങ്ങളും പുരാവസ്തു ഉദാഹരണ സ്ഥലങ്ങളും പുരാതന, അത് നമുക്ക് പിന്നീട് വായിച്ചു നോക്കാം. ഇവിടെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേരള സർക്കാർ ടൂറിസം വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പ്രവൃത്തി ഉദ്ഘാടനം, ഇതൊക്കെ ഓരോ കാര്യങ്ങൾ നടന്നത്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു കാഴ്ച, ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നമുക്ക് നമ്മളാദ്യമായിട്ട് വരികയാണ്. ഇഷ്ടംമാതിരി അവിടെ തൊട്ട ബാക്കിൽ പുഴയുണ്ട്. നമുക്ക് ഇവിടെ ഒരു പുഴ, കടലാണോ പുഴയെന്നറിയില്ല. ഇവിടെ ബാക്കിൽ മത്സ്യബന്ധന തുറമുഖങ്ങൾ, ബോട്ടുകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് സമയം കിട്ടിയാൽ ഒന്ന് അവിടെ പോയി. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം. ഇവിടെയാണ് കോട്ടയുടെ വലിയൊരു ഉയർച്ച, അതായത് ഇതിൻ്റെ ആരംഭമാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ചരിത്രം പറയുന്ന 1505 പോർച്ചുഗീസുകാർ നിർമ്മിച്ചു. 2 വർഷം കൊണ്ട് അവരിതിൻ്റെ പണി പൂർത്തീകരിച്ചു. പിന്നീട് അവർ കച്ചവട ആവശ്യാർത്ഥമാണ് ഇത് ഉപയോഗിച്ചത്. 158 വർഷത്തോളം ഇതിനകത്ത് അവർ കച്ചവടം ചെയ്തു. പിന്നീട് 1663 ഡച്ചുകാർ ഇവരിൽ നിന്ന് പിടിച്ചു. പിന്നീട് ഈ അറക്കൽ അലി രാജകുമാരന് ഈ ഡച്ചുകാർ ഇത് വിറ്റു. പിന്നീട് 1790 അറക്കൽ കുടുംബത്തിൽ നിന്ന് യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇതാണ് ഇതിൻ്റെ ചരിത്രം. ഇതിൻ്റെ പഴക്കം കണക്കാക്കുന്ന 520 വർഷമാണ് ഏകദേശ കണക്ക്. ഇതൊക്കെയാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ. പിന്നീട് ഇതിൻ്റെ നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഇത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അന്നത്തെ കാലത്തുള്ള പല ഉപകരണങ്ങൾ ഇതിനകത്ത് കാണാം. നമ്മൾക്ക് വെടിക്കോപ്പുകളും അതുപോലെ തന്നെ ഉണ്ടകൾ, ജയിലറ, വാതിലുകൾ, അങ്ങനെ കുറച്ചൊക്കെ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്ക് പോയി കറങ്ങി നോക്കാം. ഏതായാലും വൈകുന്നേരമാവും. പിന്നെ നമ്മൾ ഡോറ് കാണുന്നുണ്ട്. ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഇതിൻ്റെ നിർമ്മാണം വമ്പൻ നിർമ്മാണമാണ്. നല്ല കട്ടിയിലും കനത്തിലും നല്ല ഭിത്തികൾ, അതുപോലെ തന്നെ പഴയ കാലത്തുള്ള ചെങ്കല്ല് വെട്ടിയിട്ട് അത് വെച്ചിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. സിമൻറ്റ് കാണുന്നില്ല. അന്ന് പറയപ്പെടുന്നത് ചുണ്ണാമ്പ്, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള, ശർക്കര, അത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ഇത് പണിയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തേക്കാൾ കെട്ടുറപ്പുള്ള പണികളാണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. ഇവിടെ ടിക്കറ്റ് എൻട്രൻസിൽ കാണിച്ച് നമ്മൾ അകത്തേക്ക് കയറി. ഈ തൊട്ടടുത്ത് തന്നെ നമ്മൾ തൊട്ടടുത്ത സൈഡിൽ ഇവിടെ തന്നെ കാണും ഒരു ജയിലറയുണ്ട്. നമുക്ക് അവിടെ ഒന്ന് നോക്കാം. ആദ്യം കാണുന്നത് നമ്മൾ ആ ജയിലറയാണ്. ഇവിടെ നമുക്ക് അത് കാണാം. ഈ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഈ കാണുന്നതാണ് ആ ജയില്. അത് നമുക്ക് ഇവിടെ കയറി നോക്കാം. ചെറിയൊരു മുറിയായിട്ട് കാണുന്നുണ്ട്. ജയിലാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു അറ കാണുന്നുണ്ട്. ജയിലറയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനമൊന്നുമില്ല. അവരൊക്കെ പോയില്ലേ. ഇതിനകത്തുള്ളൊരു ഗാർഡനാണ്. എൻട്രൻസിൻ്റെ അകത്ത് ഉള്ളൊരു ചെറിയ ഗാർഡനാണിത്. നമുക്ക് മേളിലേക്ക് പോയി നോക്കാം. ഇവിടെ അങ്ങോട്ട് വഴി കാണുന്നുണ്ട്. അവിടെ എന്താ ഉള്ളത് നോക്കാം. നമ്മളത് രാവിലെ വന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്ന് ഇവിടെ എത്തിയപ്പോൾ 8:30-9 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ചൂടായിരുന്നു. ഹ്യൂമിഡിറ്റി നല്ലപോലെ അടിച്ചിരുന്നു. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ആരും വരുന്നുണ്ട് വെള്ളം കയ്യിൽ കരുതിക്കോളും. നമ്മൾ വെള്ളം കരുതിയിരുന്നു. അതുകൊണ്ട് നമുക്ക് പിടിച്ച് നിൽക്കാൻ സാധിച്ചു. വെള്ളം ഇല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും. ഇതിനകത്ത് ചെറിയ
കടകളൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. പക്ഷെ വെള്ളം കരുതായിട്ട് നന്നായിരിക്കും. ഇങ്ങോട്ട് കയറി വന്നു നമ്മൾ ആ തലക്കിൽ ഒരു മുറി കണ്ട് ജയിലാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ മേലോട്ട് കയറിയതിന് ശേഷം ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ ഇതിൻ്റെ മേൽഭാഗത്താണിത്. മേൽഭാഗത്ത് വന്നിട്ട് ഇവിടെ വലിയൊരു പുകക്കുഴൽ കാണുന്നുണ്ട്. ഇത് എന്തിൻ്റെയാണ് എന്താണ് നിശ്ചയമല്ല, നമുക്ക് നോക്കാം. അതേപോലെ ഇവിടെയൊക്കെ കോട്ടകളും അറകളും കാണുന്നുണ്ട്. ഇവിടെ ഇതാ ഇവിടെ ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, പോയി നോക്കവാ. ഇതൊക്കെ ഷെല്ലുകളാണോ ജയിലറകളാണോ ഒന്നൊരു പിടുത്തമില്ല. നമുക്ക് നോക്കാം. അങ്ങോട്ട് പോർച്ചുഗീസുകാർ ഉള്ള സമയത്ത് കെട്ടിയുണ്ടാക്കിയ കോട്ടയാണ്. ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. ഇവിടെ പഴയകാല നിർമ്മിതിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ വളരെ സൂക്ഷിച്ചേ പോകാവൂ. കാരണം ഇവിടെയൊക്കെ നമ്മൾ കാലും കൈയും തെന്നി വീണാൽ നേരെ താഴേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് ജയിലാണോ ആറയാണോ എന്നറിയില്ല. നമുക്ക് താഴെ പോയിട്ട് കറങ്ങി നോക്കാം അവിടെ എന്താണെന്നുള്ളത്. കാണുന്നുണ്ട് എന്തോ കുടുക്കിയിട്ടതാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ അതിൻ്റെ കാലാണ്. ഇത് കാല് പിടിച്ച് കെട്ടി വീണ് പോയിട്ടുണ്ട്. ഒരു പുകക്കുഴലായിട്ടാണ് കാണുന്നത്, എന്താണെന്ന് അറിയില്ല. ഇവിടെ നല്ല ഒരു മരമുണ്ട്, തണലുള്ള, നമുക്ക് ഇരിക്കാൻ പറ്റിയ നല്ല തണലുള്ള ഒരു നെല്ലിക്കാമരാണോ പുളിമരാണോ? നെല്ലിക്കാമരല്ലേ? നെല്ലിക്കാമരാണ്. അപ്പോൾ ഇവിടെ നല്ല തണലുണ്ട്. ഈ കോട്ടയ്ക്ക് അപ്പുറത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം, പോയി നോക്കാം. ഇവിടെ എന്താ ഉള്ളതെന്നും അറിയില്ല. അതിനപ്പുറത്തേക്ക് വളരെ ഭദ്രമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടെ എന്താണ് ഉള്ളതെന്ന് നോക്കാം. നിർമ്മിച്ചിട്ടുള്ളത് ചെങ്കല്ലാണ്. ഇതൊക്കെ ചെങ്കല്ലിൽ നിർമ്മിച്ചാണ്. പഴയകാല ചെറിയ കല്ലാണ്. ഡസ്റ്റിന് ബോക്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബീരങ്കിയുടെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്ക് ബീരങ്കി കാണുന്നുണ്ട്. ആ സൈഡ് കടൽ, ഈ സൈഡ് കടൽ, ഈ സൈഡ് കടൽ, നാലാ ഭാഗത്തും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ബീരങ്കിയുണ്ട്. ഇതാ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഒരു പഴയകാല ബീരങ്കിയാണ്. ഇരുമ്പാണിത്. ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് താഴ്ചയുണ്ട്. അതുപോലെ അതിന് അപ്പുറത്തേക്ക് വെള്ളമാണ്. കടലിൽ നിന്ന് വെള്ളം അങ്ങോട്ട് വരുത്തിയിട്ട് ആ വെള്ളം, അതായത് അവരുദ്ദേശിക്കുന്നത് നമ്മുടെ താജ്മഹലൊക്കെ ഉള്ളതുപോലെ ശത്രുക്കൾ കയറാതിരിക്കാനുള്ള ഒരു സംരംഭമായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ ഈ ഭാഗത്തൊക്കെ പീരങ്കിയുണ്ട്, നമുക്കിവിടെ കാണാം. ഈ സൈഡിലൊക്കെ പീരങ്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 1 2 3 4 5 6